ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് റിലയബിലിറ്റി ആണ്. ഓക്കെ, നമ്മുടെ റിസർച്ചിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് റിലയബിലിറ്റി. ഇതിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ആകെ 3 ടൈപ്സ് ഓഫ് റിലയബിലിറ്റി. ഓക്കെ, അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തേത് റിലയബിലിറ്റി എന്താണെന്നാണ്. റിലയബിലിറ്റി അസസ് ദ കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് എ മെഷർമെൻറ്റ് ടൂൾ ഓർ ടെസ്റ്റ്. നമ്മൾ ഒരു മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്യുകയാണ്. ആ ടൂൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റിനെയർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഒന്നും അല്ലെങ്കിൽ പോട്ടെ ഒരു തെർമോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്, വാട്ടവർ. ഒരു മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്ന ടൈമിന് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു സെയിം ആൻസർ തരാനുള്ള ഒരു കൺസിസ്റ്റൻസിനെയാണ് നമ്മൾ നോർമലി റിലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, റിലയബിലിറ്റി അസസ് ദ കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് എ മെഷർമെൻറ്റ് ടൂൾ ഓർ ടെസ്റ്റ്. ആൻഡ് ഇത് മെയിനായിട്ടും 3 ടൈപ്പിലാണുള്ളത്. ആദ്യത്തേത് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, രണ്ടാമത്തേത് ഇൻ്റർ റൈറ്റർ റിലയബിലിറ്റി, മൂന്നാമത്തേത് ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി. ടെസ്റ്റ് റീടെസ്റ്റ് ആ പേരിൽ തന്നെ ഇല്ലേ, ടെസ്റ്റ് റീടെസ്റ്റ്. അതായത് ഇവിടെ മെഷർ ദ കൺസിസ്റ്റൻസി ഓഫ് എ റിസൾട്ട് ഓവർ ടൈം വെൻ ദ സെയിം റിസൾട്ട് ഓർ സെയിം ടെസ്റ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് ടു ദ സെയിം ഇൻഡിവിജ്വൽ അറ്റ് ഡിഫറെൻറ്റ് ടൈം. ഒന്നുമില്ല, അതായത് നമുക്ക് ഒരു റിസൾട്ട്, ഒരു സംഭവത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയാണ്. എപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സെയിം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, ഇന്നൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതേ സംഭവം അതേ ടെസ്റ്റ് തന്നെ നാളെ കണ്ടക്ട് ചെയ്യുന്നു. അതേ ആൾ, ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, ആ മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് നാളെയും ഒരു ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റന്നാളും ചെയ്തു, അല്ലെങ്കിൽ അടുത്ത വർഷവും ചെയ്തു, വാട്ടവർ. ഡിഫറെൻറ്റ് ടൈമിൽ ഞാനൊരു ടെസ്റ്റ് ചെയ്തു, സെയിം കണ്ടീഷനിൽ സെയിം സിറ്റുവേഷനിൽ കണ്ടക്ട് ചെയ്യുകയാണ്, സെയിം മെഷർമെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ഇന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം ആൻസർ തന്നെയാണ് നാളെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം അവിടെ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഉണ്ടെന്ന്. ഓക്കെ, സെക്കൻഡ് വൺ ഇൻ്റർ റൈറ്റർ റിലയബിലിറ്റി. ഇൻ്റർ റൈറ്റർ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മെഷർ ദ കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് വെൻ ഡിഫറെൻറ്റ് റൈറ്റർ ഓർ ഒബ്സർവർ ആർ യൂസ്ഡ് ടു അസസ് ദ സെയിം തിങ്. ഫോർ എക്സാമ്പിൾ, ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു 5 ആൾ ടെസ്റ്റ് ചെയ്യുകയാണ്, സംഭവം നോക്കുകയാണ്. പക്ഷേ 5 ആൾക്കും കിട്ടുന്നത് വേറെ വേറെ ആൻസർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ഇൻ്റർ റൈറ്റർ റിലയബിലിറ്റി ഇല്ല എന്ന് പറയും. പക്ഷേ 5 ആൾക്കും കിട്ടുന്നത് സെയിം റിസൾട്ട് തന്നെ ആണെങ്കിൽ നമുക്ക് അവിടെ പറയാം അവിടെ ഇൻ്റർ റൈറ്റർ റിലയബിലിറ്റി ഉണ്ട്. ഇൻ്റർ റൈറ്റർ ഇൻ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വേറെ വേറെ എന്നല്ല ഒരർത്ഥമല്ലേ, പുറത്തുള്ള അങ്ങനെയല്ല ഒരർത്ഥമല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഡിഫറെൻറ്റ് പീപ്പിൾ റേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ആൻസർ തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഇൻ്റർ റൈറ്റർ റിലയബിലിറ്റിക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താ, വിത്തിൻ അല്ലേ ഇൻറ്റേർണൽ എന്ന് പറയുന്ന അർത്ഥം. ഫോർ എക്സാമ്പിൾ, മെഷർ ദ കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട് വിത്തിൻ എ ടെസ്റ്റ് ഓർ ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ, ഓക്കെ, ഒരു ക്വസ്റ്റ്യനെയറിൽ ആകുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടാവില്ലേ, ഒരു 10, 15, ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് വിചാരിക്കാം. അതിൽ ആദ്യത്തെ ആൻസറിലെല്ലാം ഞാനൊരു ഒരാൾക്ക് ഇത് ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ കൊടുത്തു. ആളെന്ത് ചെയ്തു, ആദ്യത്തെ പാർട്ടിലൊക്കെ ഒരു ആൻസറും അതൊരു ബന്ധമില്ലാത്ത ആൻസറാണ് പിറ്റേത്തെ ആൻസർ. അതായത് നിങ്ങളുടെ സാലറി എത്രയാണ്, ഇത്ര പറഞ്ഞു, നിങ്ങളുടെ ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള കാര്യം. പക്ഷേ അയാൾ എന്താ ഒന്നും കണക്ട് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത ആൻസറാണ് പിറ്റേത്തെ പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അത് ആ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ആ ആൻസർ നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അതും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു ചോദ്യപേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കുട്ടി ആദ്യത്തെ ആൻസറിനൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഫുള്ള് കറക്റ്റ് പക്ക എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള ആൻസറിൽ ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാം, അത് ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി അവിടെ ഇല്ല എന്ന് പറയാം. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതേ ഉള്ളൂ. താങ്ക് യു.